സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ വേടനെതിരെ പരാതിയുമായിട്ട് വന്ന യുവതികളുടെ രഹസ്യമൊഴി. ആ മൊഴി കേരള പോലീസ് മുഖവിലേക്ക് എടുത്തില്ല. അതോടൊപ്പം തന്നെ ആ മൊഴി അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വെനൻ ടിവിയും കൂട്ടരുമൊക്കെ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. വേടനെതിരെയുള്ള കുരുക്ക് ഉടൻ തന്നെ അഴിഞ്ഞേക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നത്. ഇന്ന് വന്നിരിക്കുന്ന ഒരു വീഡിയോ വളരെ ഞെട്ടിക്കുന്നതെന്നൊക്കെ നമുക്കിങ്ങനെ വെറുതെ പറയാം. നമ്മളൊന്നും ഞെട്ടാൻ പോകുന്നില്ല, ഒരു കോപ്പും പറ്റാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ വേടനെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയുമായിട്ട് അല്ലെങ്കിൽ പരാമർശവുമായിട്ട് പുതിയ രണ്ടുപേരും കൂടി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ രണ്ടുപേര് വന്നു. അത് മാധ്യമ സിൻഡിക്കേറ്റിൽ കൂടി അവരുടെ വിഷമങ്ങൾ അവരെ പങ്കുവെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ടുപേര്. ആരാണ് ഈ രണ്ടുപേര്? എവിടുന്ന് വന്നു രണ്ടുപേര്? എന്താണ് രണ്ടുപേരുടെയും പേര്? എന്താണ് രണ്ടുപേരുടെ അടിസ്ഥാനം? വേടൻ ഇവരെ എന്താ ചെയ്തത്? ആർക്കറിയാം എവിടുന്ന് വന്നു എന്നുള്ളത്. ഞാൻ ആദ്യം ഒരു വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്യാം. അതിനുശേഷം എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ പറയാം. അപ്പം നമുക്ക് ആദ്യം ഒരു വീഡിയോ ചെറിയൊരു ക്ലിപ്പ് ഈ സൈഡിൽ കാണാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ പീഡിപ്പിച്ചിരിക്കുന്ന ഒരു ദളിത് പെൺകുട്ടിയാണ്. അതുപോലെയുള്ള നിരവധി കേസുകൾ വേറെ ഇനിയും വരാനിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇത് സ്റ്റേറ്റ് കണ്ടില്ലേ, മുൻപ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ മധുവണ്ണൻ, ഏത് മധു? കരുത്തമ്മ പോയാൽ ഇവിടെ ഞാൻ കെട്ടിത്തൂങ്ങി ചാവും. ആ മധു അല്ല, ഇത് NR മധു. ഏതാണ് NR മധു? അറിയാത്ത ഒരുപാട് പേര് കാണും. വേടൻ്റെ വിഷയം വന്നപ്പോഴാണ് എല്ലാവരും അറിയുന്നത്, ഞാനും അറിയുന്നത്. RSSന്റെ അടിമകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ NR മധു എന്ന് പറഞ്ഞാൽ RSSന്റെ മുഖപത്രമായിട്ടുള്ള കേസരിയുടെ മുഖ്യ പത്രാധിപനാണ് NR മധു എന്ന് പറയുന്ന മധുവണ്ണൻ. അപ്പോൾ ഈ മധുവണ്ണൻ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കുറച്ചു മുമ്പ് കേട്ടെ. വേടനെതിരെ കൂടുതൽ പരാതികൾ ഇനിയും വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് ഇരകളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. വേടൻ ഇടതുപക്ഷ സർക്കാരിൻ്റെ അതിഥിയാണ്, റേപ്പിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മധുവണ്ണൻ ഈ ഒരു ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു വിഷയങ്ങൾ തുടങ്ങിയ അന്നു മുതൽ വേടൻ്റെ ഒരു വരിയായിട്ടുള്ള അല്ലെ വേടൻ്റെ ഒരു പാട്ടായിട്ടുള്ള ഞാൻ പാണനല്ല, പറയനല്ല, പുലേനല്ല, നീ തമ്പുരാനുമല്ല, ആണൽ എനിക്കൊരു മൈരുമില്ല എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തിട്ടുകൊണ്ട് നമ്മുടെ NR മധുവും സംഘവും നമ്മുടെ ശശികലയും എല്ലാവരും കൂടി ഒരു വലിയ പരാമർശമായിട്ട് വന്നു. പിന്നീട് അതിനുശേഷം വേടൻ്റെ വീട്ടിലെ പട്ടിക്ക് വേടൻ ഇട്ടിരിക്കുന്ന പേര് ബുദ്ധനെന്നാണെന്ന് പറഞ്ഞുകൊണ്ടും അങ്ങനെയുള്ള വേടനെ LTT വിഭാഗത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ടും വേടൻ ജിഹാദികളുടെ തലവനാണെന്ന് പറഞ്ഞുകൊണ്ടും രാജ്യദ്രോഹിയാണെന്നും പറഞ്ഞുകൊണ്ടും ഈ NR മധുവും സംഘവും കൂടി നടത്തിയൊരു നാടകം നമ്മൾ കണ്ടിരുന്നതാണ് അല്ലേ. ആ നാടകം എങ്ങും എത്താതെ പോയപ്പോൾ വന്ന രണ്ടുപേരാണ് യുവ ഡോക്ടറും പിന്നീട് അതിനോടൊപ്പം തന്നെ പേരില്ലാത്ത ഏതോ ഒരാളും. യുവ ഡോക്ടർ എന്നൊരു പേരേ ഉള്ളൂ, അവർക്ക് വേറെ ഐഡന്റിറ്റി ഒന്നുമില്ല, ഒരു മേൽവിലാസവും ഇല്ലാത്ത ആരോ വന്നിട്ടൊരു പരാതി നൽകി. വേടൻ 5 വർഷമായിട്ട് എന്നെ ഇട്ടങ്ങ് പീഡിപ്പിച്ചിരുന്നു, ഞാനതൊന്നും അറിഞ്ഞില്ല, പീഡനമാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല, എനിക്ക് അറിയാത്ത പ്രായമായിരുന്നു. ഏത് പ്രായമാണ്? ഇപ്പോൾ 10-30 വയസ്സ് കാണും. ആ ഒരു പ്രായത്തിനകത്താണ് വേടൻ പീഡിപ്പിച്ചത്. എനിക്കൊന്നും അറിയില്ല, അറിയാനുള്ള ഒരു പ്രായമൊന്നും എനിക്കില്ലായിരുന്നു, ഞാൻ അങ്ങ് ആസ്വദിച്ചതാണ്. പിന്നെ 5 വർഷം കഴിഞ്ഞപ്പോഴേ അറിയുന്നത് പീഡനമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായിട്ടൊരു യുവ ഡോക്ടർ വരികയും പിന്നാലെ ഒരു യുവതി കൂടി വന്നു. അങ്ങനെ 2 പേര് അവിടെ നിന്നിട്ട് വേടനെതിരെ പരാതി കൊടുത്തപ്പോൾ വേടൻ ഇത് ഹൈക്കോടതിയിൽ പോയി വേടൻ ഹർജിക്ക് അപേക്ഷ കൊടുത്തു. അതിൽ വേടൻ പറഞ്ഞിരുന്നൊരു കാര്യം, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റെന്നല്ല വേടൻ പറയുന്നത്, ഞങ്ങൾ ഉഭയസമ്മതപ്രകാരം അതായത് പരസ്പര സമ്മതപ്രകാരം സെക്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 2 പേരുടെയും സമ്മതത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിത് ചെയ്തത്. പിന്നീട് ഇത് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ യുവതിയും സംഘവും ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ്, എൻ്റെ പണം തട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, ഇതിനെ നിയമപരമായി എതിർക്കുമെന്ന് വേടൻ്റെ കുടുംബം പറയുകയുണ്ടായി, വേടനും പറയുകയുണ്ടായി. പക്ഷേ വേടൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ, നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞു, ആ വേടനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ കൊടുക്കാമോ അതിൻ്റെ എല്ലാം അങ്ങേ അറ്റത്തെ ലെവലിൽ ഇവർ കൊടുക്കുമെന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുള്ളതുകൊണ്ട് വേടൻ ഒളിവിൽ പോയി. ആ ഒളിവിൽ പോയ ദിവസങ്ങളിൽ എത്രയൊക്കെ കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നത്. വേടനെ അന്ന് പിടിച്ചപ്പോൾ വേടൻ്റെ ഫ്ലാറ്റിൽ ആയുധശേഖരവും പുലിപ്പല്ലും കഞ്ചാവും ഉണ്ടെന്ന് പറഞ്ഞ ടീംസ് ഇന്നൊരു 2 പെൺകുട്ടികൾ വന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ വേടനെ ഏത് രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യാൻ പോവുക? പീഡിപ്പിച്ചു എന്നുള്ളത് വേടൻ സമ്മതിച്ചൊരു കാര്യമാണ്, വേടൻ സമ്മതിക്കാത്ത കാര്യമല്ല. അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയും ആ വേടൻ അങ്ങനെ ചെയ്തു എന്ന് വേടൻ പറഞ്ഞിട്ട് പോയപ്പോഴും വേടൻ അറിയാം, ഇനി കിട്ടിക്കഴിഞ്ഞാൽ അവർ പൊടി പോലും വച്ചേക്കത്തില്ല, ഏതൊക്കെ രീതിയിൽ പൂട്ടാമോ അതിൻ്റെ എല്ലാം അങ്ങേയറ്റത്തെ ലെവലിലേക്ക് കൊണ്ടുപോയി പൂട്ടി വേടനെ രാജ്യദ്രോഹിയും LTT വിഭാഗത്തിൽപ്പെട്ടവനും വേടൻ ഇത്രയും നാളും ഉണ്ടാക്കിയെടുത്തൊരു ഇമേജും വേടൻ സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെയും ആ ഒരു പ്രതിനിധിയാണെന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ആ ഒരു പ്രതിനിധിയെ ഇല്ലാതാക്കാൻ വേണ്ടിയും ഇവർ ചെയ്യുന്നൊരു നാടകവും അല്ലെങ്കിൽ തന്തയ്ക്ക് പിറക്കാഴിക, ശുദ്ധമായിട്ടുള്ള തന്തയ്ക്ക് പിറക്കാഴികയാണിതെന്ന് ഞാൻ പറഞ്ഞാൽ ആരൊക്കെ അതിനെ എതിർക്കും? കാരണം സത്യം അത് തന്നെയല്ലേ.
വേടനെതിരെ സംസാരിച്ചപ്പോൾ അത് എങ്ങും എത്തുന്നില്ല. പോലീസ് പോലും ആ മൊഴി തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടാണ്? അതിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളില്ല. പരസ്പര സമ്മതത്തോടു കൂടിയുള്ളൊരു സെക്സ് അല്ലെങ്കിൽ ശാരീരിക ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും അത് ബലാത്സംഗമല്ല എന്ന് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലീസ് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം? വേടനും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടുപേരുടെ സമ്മതപ്രകാരം. ഈ യുവ ഡോക്ടറിനോടൊപ്പം വന്നിരിക്കുന്ന ആളുകളും പറയുന്നത് മാധ്യമ സിൻഡിക്കേറ്റും അടിമകളും ചാണകം തിന്നുന്നവരും വിശ്വസിക്കാം. പക്ഷേ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ അണ്ണാക്കിലോട്ട് ഇത് കുത്തിക്കയറ്റാൻ ശ്രമിക്കരുത്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുള്ളതാണ്. അവരെ ചോറാണ് തിന്നുന്നത്, ചാണകമല്ല തിന്നുന്നത്. തലയിൽ ചകിരിച്ചോറിന് പകരം തലച്ചോറുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് അവർക്ക് നെല്ല് ഏതാണ് പതിരേതാണ് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ വേടൻ എന്ത് ചെയ്തു, വേടൻ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടി ഇത് ഇവിടെ വേണ്ട. അപ്പോൾ ഇത് പോലീസ് പോലും തള്ളിയ സാഹചര്യത്തിൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ വേടൻ ഒളിവിൽ പോകുന്നതിന് മുൻപ് വേടൻ ഒരു ഹർജി കൊടുത്തിരുന്നു. അത് 16 ദിവസങ്ങൾക്ക് ശേഷം പരിഗണിക്കുമെന്നായിരുന്നു നമ്മുടെ കോടതി പറഞ്ഞിരുന്നത്. കാരണം സർക്കാരുമായിട്ട് ഇടപെട്ട് സർക്കാരിൻ്റെ തീരുമാനങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു കേസ് പരിഗണിക്കുകയുള്ളൂ എന്ന് കോടതി പറഞ്ഞതിൻ്റെ ഫലമായിട്ട് വേടൻ ഇനി നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് അറിയുന്നത് വേടൻ ഒളിവിൽ പോയി. അങ്ങനെ ഒളിവിൽ പോയതിന് ശേഷം ഇന്നാണ് ഹർജി പരിഗണിക്കുക എന്നുള്ളത് അറിയാവുന്ന ടീംസ്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പ്ലേ ചെയ്തൊരു വീഡിയോയിൽ എൻ അഹമ്മദ് പറയുന്നുണ്ട്, ഇനിയും വേടനെതിരെ കൂടുതൽ ഇരകൾ രംഗത്തേക്ക് വന്നേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ വന്നേക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇവരുടെ പക്കലുണ്ടായിരുന്നു. ഒരു കേസ് അത് FIR ഇടുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ അത് കോടതിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മാധ്യമ സിൻഡിക്കേറ്റിന് എവിടുന്ന് കിട്ടി? അതെങ്ങനെയാണ് അവരുടെ കയ്യിലേക്ക് കിട്ടാനുണ്ടായ സാഹചര്യം എന്താണ്? മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് വലിയൊരു ലക്ഷങ്ങൾ ഫോളോവേഴ്സുള്ള ഒരു സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലൊന്നും അല്ല. ഈ 2023 22 തുടങ്ങിയൊരു ചാനലാണ്. ആ ഒരു ചാനലിന് ഇത്രയും കാര്യങ്ങൾ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും ഈ പറയുന്ന രഹസ്യമായിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കൊടുത്തൊരു കേസാണ്. അതെടുത്തിട്ട് ഇവർക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ബാഹ്യ ശക്തികൾ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ഒരു ചാനൽ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ചാനലൂടെ അങ്ങോട്ട് ഇട്ടു. ആ ഒരു ചാനൽ 2 തോൽവികൾ വന്നിരുന്ന അപരാധം പറയുന്നുണ്ട്. എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് പോലും അറിയാതെ എന്തൊക്കെയോ ഇരുന്ന് പറയുന്ന 2 പേരെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് വേടൻ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോൾ വേടനെ ആരാധിക്കുന്ന വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് അറിയാവുന്ന നമ്മൾക്ക് എങ്ങനെ ഇതൊക്കെ കേട്ടിരിക്കാൻ പറ്റും? കൈയും കെട്ടി ചുമ്മാ നോക്കിയിരിക്കാൻ പറ്റും? ഇല്ല. തന്തയ്ക്ക് പിറക്കാഴിക ഒരു തന്തയ്ക്ക് പിറന്ന ആളുകളും അംഗീകരിക്കത്തില്ല, തന്തയ്ക്ക് പിറക്കാത്ത ആളുകൾ അംഗീകരിക്കും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇപ്പോൾ വേടന്റെ ഹർജി പരിഗണിക്കുന്ന സമയമായപ്പോൾ പുതിയ പരിപാടിയുമായിട്ട് കലാപരിപാടികൾ വന്നു. പുതിയ നാടകത്തിന് തിരശ്ശീല വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പുതിയ 2 ഇരകൾ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എഴുന്നള്ളിയിരിക്കുകയാണ്. എന്തിനാണ്? വേടൻ ഞങ്ങളെയും പീഡിപ്പിച്ച് സാറേ, ഞങ്ങൾ ഇരകളാണ്, ഞങ്ങൾക്ക് പരിഗണന വേണം, ഞങ്ങളെ പരിഗണിക്കണം, ഞങ്ങളെ എന്താ പറയുക ചേർത്ത് പിടിക്കണം. വേടൻ ഇങ്ങനെയാണ്, വേടൻ പണ്ടുതൊട്ടേ ഭയങ്കര ക്രൂരനാണെന്നേ, ഞങ്ങളെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണാനായിട്ട് 2 എണ്ണം അങ്ങോട്ട് പോയി. അവസാനം അടവടല മൂഞ്ചി തിരിച്ചു. എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി കാണണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, മുഖ്യമന്ത്രി കണ്ടുമില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തെഴുതി വെച്ചിട്ട് അവരങ്ങ് പോയി. അതിൽ പറയുന്നത് വേടൻ ഭയങ്കര വലിയ ക്രൂരനാണ്. എന്നാൽ വേടനെ അടുത്തറിയാമെന്ന് ചോദിച്ചാൽ അതുപോലെ അറിയാത്ത ആളുകളായിരിക്കും, സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റിയും ഇല്ലാത്ത ആളുകളാണ്. ഞാൻ ആരെയും ഇകഴ്ത്തി പറയുന്നതല്ല, അപകീർത്തികരമായിട്ട് സംസാരിക്കുന്നതുമല്ല. പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ ഈ കൊള്ളരുതായ്മകൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അവനെതിരെ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണല്ലേ? നാളെ എനിക്കെതിരെ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരാം. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും സത്യം ഒരു നാൾ തെളിയുമല്ലോ, അത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. തന്തയില്ലായ്മ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ഒരു നാളത് പുറത്തു വരും, സത്യം പുറത്തു വരും എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് വേടൻ എന്താണ് ചെയ്തതെന്നുള്ളതിൻ്റെ സത്യാവസ്ഥ എന്തായാലും ഉടനെ തന്നെ പുറത്തു വരും. അന്ന് ഈ സംസാരിച്ച വേടനെതിരെ പരാതി കൊടുത്ത ആളുകളും ഇവിടൊക്കെ തന്നെ ഉണ്ടാവണം എന്നുള്ളത് ഞാൻ പ്രത്യേകം ഈ സമയത്ത് പറയുക. അപ്പോൾ വേടനെതിരെ എന്താണ് പുതിയ ആരോപണമെന്നും പുതിയ നാടകത്തിന് തിരശ്ശീല വീണിരിക്കുന്നത് ഏത് രീതിയിലാണെന്നും ആ നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നും നമുക്കൊന്ന് വാർത്ത കണ്ടു നോക്കാം. അത് നമുക്ക് ഈ പറയുന്ന വെനൻ TV വന്നത് ആദ്യം കണ്ടു നോക്കാം. അതാണല്ലോ കൂടുതലും വേടനെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നൊരു ചാനൽ. അപ്പോൾ അതിൽ കണ്ടതിന് ശേഷം റിപ്പോർട്ടർ ചാനലിലെ വീഡിയോയും കൂടെ കാണാം. അപ്പോൾ ആദ്യം വെനൻ TVയിലേക്ക് പോകാം. സൈഡ് നോക്കിയോ. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ കൂടുതൽ പരാതികൾ ഉയരുകയാണ്. 2 പെൺകുട്ടികൾ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകി. 2020-21 കാലഘട്ടത്തിൽ പീഡിപ്പിച്ചു എന്നാണ് യുവതികളുടെ പരാതി. അതേസമയം വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. വേടന് കൂടുതൽ കുരുക്കുകൾ മുറുകയാണ്, കൂടുതൽ പരാതികൾ ഉയരുന്നുണ്ട്. വിഷ്ണു, ബലാത്സംഗ കേസിൽ അറസ്റ്റ് ഭയന്ന റാപ്പർ വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കവെയാണ്
വേടനെതിരെ കൂടുതൽ പരാതികൾ വരുന്നത്. 2 യുവതികളാണ് വേടനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഈ പരാതികൾ എത്തിയിട്ടുള്ളത്. 2 യുവതികളും സംഗീത മേഖലയുമായി ബന്ധപ്പെട്ടുള്ള യുവതികളാണ്. ഇതിൽ ആദ്യത്തെ പരാതി നൽകിയ യുവതി ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്നയാളാണ്. തന്റെ പഠനത്തിന്റെ ഭാഗമായി വേടനെ പരിചയപ്പെട്ടു. ഈ വേടന്റെ സംഗീത പരിപാടികൾ കാണാറുണ്ടായിരുന്നു. അങ്ങനെ വേടനെ ഫോണിൽ വിളിച്ചു. ആ രീതിയിലുള്ള പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ വേടൻ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് കടന്നു പിടിക്കാൻ ശ്രമിച്ചു. താൻ തടഞ്ഞു. ആ സമയത്ത് വേടൻ തന്നെ ക്രൂരമായി ഉപദ്രവിച്ചു എന്നാണ് ആദ്യത്തെ യുവതി നൽകിയ പരാതി. രണ്ടാമത്തെ യുവതിയും ഈ കഥയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കഥ ഇറക്കുന്നത്? നമ്മുടെ ഡോക്ടറും പറഞ്ഞ ഇത് തന്നെയാണ്. അതായത് ഒരു സ്റ്റഡിയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ സ്റ്റഡിയുടെ ഭാഗമായിട്ട് വേടൻ എന്ന് പറയുന്ന കലാകാരനെ ഞാൻ പരിചയപ്പെട്ടു, ആരാധനയിൽ കൂടി പരിചയപ്പെട്ടതാണ്. പിന്നീട് അത് മോശമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞിട്ടും ഞാനങ്ങ് സ്നേഹിച്ചു. അറിയാൻ പറ്റിയില്ല. അപ്പോൾ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ അറിഞ്ഞേനെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഡോക്ടറും വന്ന് പറഞ്ഞത്. ഇതേ സെയിം കാര്യം തന്നെയാണ് ഇവർ വീണ്ടും പറയുന്നത്. അപ്പോൾ ഇവർക്കൊന്നും മുഖമില്ല, വ്യക്തതയില്ല, അല്ലെങ്കിൽ ഇവരുടെ വിലാസമൊന്നുമില്ല, മേൽവിലാസമൊന്നുമില്ല എന്ന് കേൾക്കുമ്പോഴേ ഓറ് നിന്ന് ജീവിക്കുന്ന ജനങ്ങൾക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ പറയണം. അപ്പോൾ റിപ്പോർട്ട് ചാനലിൽ എന്താണ് വന്നതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. റാപ്പർ വേടനെതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി 2 യുവതികൾ കൂടി രംഗത്ത് വന്നു. ഗവേഷക വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി എന്നാണ് ലഭിക്കുന്ന വിവരം. ക്രൂരമായ ലൈംഗികാതിക്രമം നടത്തിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ഗവേഷണാവശ്യത്തിന് സമീപിച്ചപ്പോൾ അതിക്രമം നടത്തിയെന്നാണ് പരാതി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. വേടനെതിരെ ഒരു പരാതി വരുമ്പോൾ ആ പരാതിയിൽ അഭിപ്രായ വ്യത്യാസമാണ് ഇങ്ങനെയൊരു പരാതിക്ക് കാരണം എന്നാണ് വേടൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ 2 യുവതികൾ കൂടി പരാതിയുമായി എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിലേക്ക് കേസ് കൈമാറിയിട്ടുണ്ടോ, എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണങ്ങൾ വേടന്റെ ഭാഗത്ത് നിന്ന്? വേടൻ ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഷ്യം. എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച രാത്രിയാണ് 2 യുവതികൾ കൂടി വേടനെതിരെയുള്ള പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചത്. ഇമെയിൽ മുഖേനയാണ് പരാതി അയച്ചത്. അതിന്റെ കോപ്പിയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ വ്യക്തമായി 2 യുവതികളും പറയുന്നുണ്ട് 2020 ഒരു സംഭവം നടക്കുന്നു, 2021 മറ്റൊരു സംഭവം നടക്കുന്നു. 2 പരാതിക്കാരികളും കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിനികളാണ്. ഇതിൽ ഒരാൾ ആദിവാസി സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടാനാണ് വേടനെ ബന്ധപ്പെടുന്നത്. ഈ യുവതിയെ എറണാകുളത്തെ ഫ്ളാറ്റിലേക്ക് 2020 ഡിസംബറിൽ വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുന്നു. ഇതിന് സമ്മതിക്കാതെ വന്നപ്പോൾ കടന്നു പിടിച്ച് മോശമായി പെരുമാറി എന്നുള്ളതാണ് ഒരു പരാതി. മറ്റൊരു പരാതിയിൽ പറയുന്നു കലാകാരി കൂടിയായ ഈ യുവതിയോട് ഇങ്ങോട്ട് ബന്ധം സ്ഥാപിച്ച് അതിക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നുള്ളതാണ് രണ്ടാമത്തെ പരാതി. ഇത്തരത്തിലുള്ള 2 പരാതികളും ഈ യുവതികൾ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് പോലീസിന് നൽകാത്തത് ഇതിന് മുൻപ് യുവ ഡോക്ടറായ പരാതിക്കാരി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ മൊഴിപ്പകർപ്പ് അടക്കം പുറത്തുപോയി. ഇത് ആ പരാതി നൽകിയ യുവതിക്ക്, അതിജീവിതയ്ക്ക് വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കി. ആ സാഹചര്യത്തിൽ നേരിട്ട് പോലീസിന് പരാതി നൽകാൻ ഭയമായതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത് എന്നുള്ള കാര്യമാണ് 2 യുവതികളും പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയെ ഒന്ന് നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള അവസരവും 2 യുവതികളും തേടിയിട്ടുണ്ട്. ഈ പരാതി ഇന്ന് DGPക്ക് കൈമാറും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു ലബി. 2020 2021 ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇപ്പോൾ 2025 ആയി കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കാലതാമസം? പക്ഷേ ലൈംഗികാതിക്രമ കേസുകളിൽ കാലതാമസം ഈ പരാതിപ്പെടാനുള്ള ഒരു തടസ്സമേ അല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും നാൾ വൈകുന്നു, ഈ പരാതി വരുന്നു. അന്ന് ആ റാപ്പർ വേടൻ ആ രീതിയിൽ വലിയ പ്രശസ്തിയിലൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതും പ്രേക്ഷകർ ശ്രദ്ധിക്കുമല്ലോ. ഇനി അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ റാപ്പർ വേടനാണ് പറയേണ്ടത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, കൺസെൻഷ്യൽ ആയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ബന്ധം കൺസെൻഷ്യൽ ആയിരുന്നുവെന്നും പിന്നീടാണ് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത് എന്നുമാണ് റാപ്പർ പറയുന്നത്. ഈ പുതിയ പരാതികളുടെ കണ്ടില്ലേ? ഡോക്ടർ അരുൺകുമാർ വേടന്റെ വിഷയങ്ങൾ വന്നു തുടങ്ങിയ അന്ന് മുതൽ തന്നെ വേടനൊപ്പം തന്നെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആകെ വേടനൊപ്പം നിന്ന് അല്ലെങ്കിൽ ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ചാനൽ നമ്മുടെ റിപ്പോർട്ട് ചാനൽ തന്നെയായിരുന്നു. ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ ആളുകൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു മീഡിയ, അത് ഈ റിപ്പോർട്ട് ചാനൽ തന്നെയായിരുന്നു എന്നുള്ളത് അവരുടെ ആ ഒരു പേരിനെ അല്ലെങ്കിൽ അവരുടെ ഒരു തീമിനെ അവർ അർത്ഥവത്താക്കി, അല്ലെങ്കിൽ ആ ഒരു പേരിനെ ആ പേരിന് ഉതകുന്ന രീതിയിൽ തന്നെയുള്ള റിപ്പോർട്ടുകൾ നൽകിയ ഒരു TV അല്ലെങ്കിൽ മീഡിയ തന്നെയായിരുന്നു റിപ്പോർട്ട് ചാനൽ. അതിൽ അരുൺകുമാറിനും നട്ടല് ആരുടെ മുന്നിൽ പണയം വെക്കാത്ത അരുൺകുമാർ അതേപോലെ അതിലുള്ള അണിയറ പ്രവർത്തകർക്കും ഒക്കെ ഒരു ബിഗ് സല്യൂട്ട്. ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇത്രയുമേറെ അറിവും വിവരവുമുള്ള ഡോക്ടറേറ്റ് നേടിയ ഒരാളാണ് ഡോക്ടർ അരുൺകുമാർ. അദ്ദേഹം പറയുന്നത് ഒരു റേപ്പ് കേസിന് ഇത്രയധികം കാലതാമസം എന്തുകൊണ്ട് വന്നു, ഒരു റേപ്പ് കേസിന് ഇത്രയധികം കാലതാമസം ആവശ്യമാണോ എന്നുള്ളൊരു ചോദ്യങ്ങൾ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഇതിലെല്ലാം ചാണകം മെഴുകിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് അവരുടെ കമന്റ് ബോക്സ് നിറയെ ഈ ജനൻ TVയിലുള്ള ആളുകളാണെന്ന് തോന്നുന്നു, എല്ലാം വന്ന് മെഴുകി എറിഞ്ഞിരിക്കുകയാണ്. ഇനിയും അരുൺ കരയുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എടാ, എന്തിനാടാ ഡോക്ടർ അരുൺകുമാർ കരയുന്നത്? അല്ലെങ്കിൽ കേരളത്തിലെ വേടനെ അനുകൂലിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ എന്തിനാടാ കരയുന്നത്? വേടൻ ഒരു തന്തയ്ക്ക് ഇവരെ കഴിയുകയും ചെയ്യുന്നില്ല. നിങ്ങൾ കാണിക്കുന്ന കോടികൾ മുടക്കി ഈ വേടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെക്കുന്ന കെണികളുണ്ടല്ലോ, ആ കെണികൾ ഓരോന്ന് പൊളിയുമ്പോൾ നിങ്ങളാണ് കരയുന്നത്. ഇനിയും നിങ്ങൾ കരയാൻ പോകുന്നതേ ഉള്ളൂ, കരഞ്ഞ് മെഴുകാൻ പോകുന്നതേ ഉള്ളൂ. ഈ കേസുകളൊന്നും ഒരിടത്തും എത്തില്ല എന്നുള്ളത് ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ്. കാരണം
കേരള പോലീസ് ഉണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രികളുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. അങ്ങനെയുള്ളൊരു സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു നേരത്ത് നിങ്ങൾ എന്തൊക്കെ പോകരുതരങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. പുലി വരും എന്ന് പറയും, പക്ഷെ പുലി ഇല്ല. പുലി പോയെടുത്ത് പുലിയുടെ കൂടെ പോലും ഇല്ലെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഈ 2 പേരാരാണ്? ഇപ്പം 4 പേരായി. അതായത് മധുവണ്ണം പറഞ്ഞ പോലെ 4 പേരെ ഇറക്കിയിട്ടുണ്ട്. 4 പേര്. പരാതിക്കാർക്ക് പേരില്ല, നാളില്ല, മുഖമില്ല, വിലാസമില്ല, ഒരു കോപ്പുമില്ല. എന്നാൽ വേടനോ എല്ലാം ഉണ്ട്. വേടൻ്റെ അമ്മയെ പറ്റിയും വേടൻ്റെ അനിയത്തിയെ പറ്റിയും വേടൻ്റെ സ്വഭാവ വിശേഷങ്ങളെ പറ്റിയും വേടനെ ഒരു ലൈംഗിക വൈകൃതമുള്ളൊരു വ്യക്തിയാക്കിയും എല്ലാം ചിത്രീകരിച്ച ഡോക്ടറിനെ കൊടുക്കാനായിട്ട് എന്ത് വഴിയാണുള്ളത്? അല്ലെങ്കിൽ ഇവർക്കെതിരെ എന്ത് ആക്ഷനാണ് കോടതി എടുക്കാൻ പോകുന്നത്? ഒരു കോപ്പ് എടുക്കാൻ പോകുന്നില്ല. പെണ്ണല്ലേ, പെണ്ണിനുള്ള പരിഗണന അവിടെ കിട്ടും. ഇവിടുമാർ അതുകൊണ്ട് ഈ പറയുന്ന തോന്നിവാസങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സ്ത്രീ എന്ന് പറയുന്ന ഈ ദളിതരുടെ ഒരു പരിഗണന എടുത്ത് കളയണമെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന ആദ്യം എടുത്ത് കളയണം. ഈ ദളിതർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് അവർ യൂസ് ചെയ്യുന്നു പറയുന്ന ആളുകളോട് സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രിവിലേജ് അവർ യൂസ് ചെയ്യുന്നില്ലേ? ഇതും അതിൻ്റെ ഒരു ഭാഗമല്ലേ? നിങ്ങൾ തന്നെ വേടനെതിരെ സംസാരിക്കുന്നതിൽ ഈ BJPയിലോ RSSലോ ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, അതിൽ കൂടുതലും ആളുകൾ ഉണ്ടെങ്കിലും അതെല്ലാവരും ഇവർ ചെയ്യുന്നത് തോന്നിവാസമാണ്, തന്തയ്ക്ക് പ്രക്കാഴിയാണെന്ന് അറിയാവുന്ന ആളുകളും ആ പാർട്ടിയിൽ തന്നെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല. വേടനെതിരെ സംസാരിക്കണമെന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടുകൂടി വരുന്ന ആളുകളെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അതങ്ങ് വാങ്ങി വെച്ചേക്കെന്നാണ് ഞാൻ പറയുന്നത്. അതായത് പായങ്ങ് മടക്കിയ കമ്പനി അത് യോഗമില്ല അതിൽ കിടത്താനായിട്ട്. വേടനെ കേരളത്തിലെ ജനങ്ങൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തത് എന്തിൻ്റെ പേരിലാണോ? വേടൻ്റെ പണം നോക്കിയിട്ടല്ല, വേടൻ്റെ ജാതി നോക്കിയിട്ടല്ല, വേടൻ്റെ മതം നോക്കിയിട്ടല്ല, വേടൻ്റെ സമുദായം നോക്കിയിട്ടല്ല, വേടൻ്റെ നിറമോ വേടൻ്റെ മണമോ ഒരു കോപ്പ് നോക്കിയിട്ടല്ല. പിന്നെ എന്ത് നോക്കിയിട്ടാണ്? വേടൻ സംസാരിച്ചത് എനിക്കും നിനക്കും നമ്മുടെ സമൂഹത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നലകളിലും ഇന്നും നാളെയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണമുള്ളൊരു വേടൻ ആ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് പറയുന്നത് അത് ഇനിയും വരാൻ പോകുന്ന തലമുറകൾക്കും അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും അവരെല്ലാവരും അനുഭവിക്കുന്ന അടിമത്തങ്ങളും അടിച്ചമർത്തലുകളും അതെല്ലാം അപ്പാടെ നീക്കണമെന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതങ്ങനെ നീക്കിക്കളയണം. അത് ഈ നാട്ടിൽ ആവശ്യമില്ല. അത് ഈ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ഒരു വിഷമാണെന്നും അതുപോലെ തന്നെ സെൽസ് നശിപ്പിക്കുന്ന ഒരു ക്യാൻസറിനെ പോലെ തന്നെ അപകടകാരിയാണെന്നും അറിയാവുന്ന ഒരു ആളാണ് വേടൻ. അങ്ങനെ ഒരു വേടൻ മുന്നിലേക്ക് വന്നപ്പോൾ ആ വേടനെ പിന്തുണയ്ക്കുകയാണ് ഞങ്ങളെപ്പോലെയുള്ള എല്ലാവരും ചെയ്യുന്നത്. ഇനിയും അത് തന്നെ ചെയ്യും. ഞാൻ വീണ്ടും പറയുകയാണ്, വേടനെ അടിച്ചമർത്താനും തകർത്തെറിയാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ആ വേടന് തണലായും തുണയായും വേടനെ ചേർത്ത് പിടിക്കാനും ഞങ്ങളെപ്പോലെയുള്ള കേരളത്തിൽ ഒരുപാട് ജനങ്ങളുണ്ടാവും. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ചേട്ടന്മാരും ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും കമൻറ്റുകൾ കാണുമ്പോഴാണ് വേടന് വേണ്ടി ഇനിയും സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ആ വേടന് വേണ്ടി ഇനിയും ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും. വേടനെ അങ്ങേയറ്റം ആരാധിക്കുന്ന ഒരു ആരാധകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദർശങ്ങൾ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ റിലവൻസ് ഇവിടെ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ആവശ്യമാണോ എന്ന് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ ഇനിയും വേടനെ അനുകൂലിക്കും. അതിൽ കുരു പൊട്ടുന്നതോ അതിൽ എന്ത് തേങ്ങയുമായിട്ട് ആര് വന്നാലും ഒരു കോപ്പുമില്ല എന്നുള്ളത് ഞാൻ ഈ ഒരു സമയത്ത് പറയുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും പൊക്കിക്കൊണ്ട് വരാം. ആരൊക്കെ എവിടേക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും വേടൻ്റെ മുകളിൽ ഒരു നിഴൽ പോലും പതിക്കില്ല, വേടൻ്റെ മുകളിൽ ഒരു പരുന്തും പറക്കില്ല. ഇപ്പോൾ കോടതിയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കാൻ പോയി, ആ കത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ പുറത്ത് വരട്ടെ. ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് പറയുന്നു, പക്ഷേ എന്താണെന്ന് അതിൽ പറയുന്നില്ല. വേടന് ക്രൂര സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വീഡിയോയിലും ഞാൻ കണ്ടു. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും ഉടനെ തന്നെ വരാം. വേടൻ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ വേടൻ്റെ ഈ ഒരു കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജി അല്ലെങ്കിൽ ഈ ജാമ്യ ഹർജി അത് വീണ്ടും നീട്ടിവെച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ ആവശ്യം ഇത് തന്നെയായിരുന്നു. വേടൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ദിവസം തന്നെ വേടനെതിരെ വീണ്ടും ആരോപണങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് നീട്ടിവെക്കും. വീണ്ടും വേടൻ ഒടുവിൽ കഴിയുന്ന സമയങ്ങളിൽ വേടൻ എവിടെയാണ്, വേടൻ എന്താണ്, വേടനെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുത്തിപ്പൊക്കി വേടനെ അറസ്റ്റ് ചെയ്ത് വേടനെ കുടിക്കിയതിന് ശേഷം വേടനെ വല്ലാത്ത രീതിയിൽ അങ്ങ് പൂട്ടാമല്ലോ എന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. നമുക്കറിയാം വേടൻ്റെ എത്രയെത്ര പരിപാടികളായിരിക്കും ഇപ്പം മുടങ്ങിയിരിക്കുന്നത് അല്ലേ? വേടന് കിട്ടുന്ന വേടൻ്റെ ഉപജീവന മാർഗ്ഗം ഇത് തന്നെ. വേടൻ പണ്ട് കൂലിപ്പണിക്ക് പോയിരുന്നു, ഇപ്പോൾ പാട്ടുമായിട്ട് വന്നതിന് ശേഷം വേടൻ ഇതിനാണ് പോകുന്നത്. അപ്പോൾ ആ ഉപജീവന മാർഗ്ഗം മുടക്കിയിട്ട് അവൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരി ഇട്ടിട്ട് എന്ത് സുഖമാണല്ലേ അവർക്ക് കിട്ടുന്നത്? അവരുടെ ആ ഒരു മനോവികാരത്തെ, അവരുടെ ഒരു ചേതോ വികാരത്തെ ഈ രീതിയിലൊക്കെ കാണുമ്പോൾ ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ താറടിച്ച് കാണിക്കാമോ, ഏതൊക്കെ രീതിയിൽ ഉന്മൂലനം ചെയ്യാമോ അതിൻ്റെ എല്ലാം അങ്ങേയറ്റം ഏത് വില കൊടുത്തും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഒരു സ്വന്തം അഭിമാനത്തിന് അല്ലെങ്കിൽ സ്വന്തം മാനത്തിന് ഒരു വിലയുമില്ലാത്ത ഏതോ പെൺകുട്ടികളെ വിളിച്ചിരുത്തിക്കൊണ്ട് മാധ്യമ സിൻഡിക്കേറ്റിൽ അഭിമുഖം കൊടുക്കുകയും ഇപ്പോൾ പുതിയ പരാതിയുമായിട്ട് പുതിയ ആളുകൾ വരികയും ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്കെതിരെ വരാൻ പോകുന്നൊരു വലിയൊരു ഭീഷണി അല്ലെങ്കിൽ വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അല്ലേ? എന്തു തന്നെയാണെങ്കിലും ഇനിയും വേടന് വേണ്ടി സംസാരിക്കാൻ ഞാനിവിടെ ഉണ്ടാവും.
ഈ സാമ്പാർ അവിയൽ എന്ന് പറയുന്ന ചാനൽ ഇവിടെ ഉണ്ടാവും. എൻ്റെ ചാനലിലുള്ള വീഡിയോ കാണുന്ന ഓരോ ആളുകളും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഓരോ ആളുകളും ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.